മടഞ്ഞിട്ട മുടിയും മുക്കുത്തിയും ചിരിയുമെല്ലാം വൈറൽ. കണ്ടവർ പിന്നാലെ കൂടി. കുംഭമേളയിൽ മാല വിൽക്കാൻ വന്ന സുന്ദരിക്ക് പിന്നാലെയായി പിന്നെ ക്യാമറ കണ്ടു. ദേശീയായ യുവതി കുംഭമേളയിലെ മൊണാലിസയായി മാറിയത്. എല്ലാവരോടും ചിരിച്ചുകൊണ്ടുമായി. കുംഭമേള പകിറവും ചാരക്കണ്ണുകളും. കുംഭമേളയിൽ എല്ലാവരുടെയും കണ്ണുടക്കിയത് ഒരാളിൽ. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് കാണിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടത് വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമൊക്കെയാണ്. നിമിഷങ്ങളിലാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളെടുത്ത് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് തോന്നിയ എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം. അവരെ ഏറ്റവും വലിയൊരു ദുരന്തമൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ആ ഒരു സന്ദർഭത്തിനാണ് 1800 അല്ലേ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ അടുത്ത് ഇത് ഇൻഫോം ചെയ്യണം, അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്തതാണ്. ഇനി നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും എല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് ബോച്ചയെ പറ്റി. അതാണൊരു പെണ്ണിന്റെ സൗന്ദര്യം. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇന്ദിരാഗാന്ധിനെയോ മദർ തെരേസിനെ കണ്ട് ഇവർക്ക് ആ ഫീല് വരുവോ? ഇല്ല. യെസ്, വരില്ല. അവർക്ക് എന്താ വരുന്നേ? റെസ്പെക്ട്, ആദരവ്. ഇല്ലേ? ആണോ ഇല്ലയോ? അഡ്മയർ ചെയ്യും. അയൺ ലേഡി. ചിലപ്പോ യൂട്യൂബ് തുറക്കുമ്പോ എനിക്ക് നാണക്കേട് തോന്നിയിട്ടുണ്ട്. ഒരു ആങ്കർ ആണെന്ന് തോന്നുന്നു, സിനിമ നടിയോ, ഒരു പിങ്ക് പ്രായം ഇട്ടുകൊണ്ട് ഇങ്ങനെ ടക്ക നടക്കുന്നത്. ഞാനൊരു എന്റെ മോളെ കാണിച്ചു കൊടുത്തു. ഒരുത്തൻ വന്ന് വീഡിയോ എടുക്കുന്നു, അതിന്റെ പുറകിൽ വേറെ മെയിൻ ക്യാമറമാൻ ഉണ്ട്. അവൻ അവളുടെ ബ്രസ്റ്റിന്റെ ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഞാൻ കാണുന്നു. ആ വീഡിയോ യൂട്യൂബിൽ കാണാം. എടുത്ത് വീഡിയോ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് അവര് പറയും മൈ ബോഡി മൈ റൂൾ, എനിക്കിഷ്ടമുള്ളത് ഞാൻ നടക്കൂന്ന്. പക്ഷെ അവരാ വീഡിയോ കൊണ്ടുപോയിട്ട് ഇവര് രാത്രിയിൽ ഒറ്റയ്ക്ക് കഥ അടിച്ചിട്ട് വീഡിയോ കണ്ടുകൊണ്ടേ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം ഒരുത്തിന് മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ള ശരീരമാക്കി കൊടുക്കരുത്. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും, നിങ്ങളുടെ ടച്ച്, നിങ്ങളുടെ സ്പർശനം ഒരിക്കലില്ല. ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവളുടെ കറുപ്പോ വെളുപ്പോ അഴകോ ഒന്നുമല്ല, അവളുടെ വേറെ ഒന്നുമല്ല. അവളുടെ മുടി നീണ്ടത്, മൂക്ക് ഇതായത്, പല്ല് എന്താ പറയാ, മുല്ലപ്പൂ പോലുള്ളതോ അല്ല.